ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി, മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയൂ. വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടര് വിധിയെഴുതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 1,80,00,000 രൂപ. കാലിത്തൊഴുത്തിന് 23 ലക്ഷവും ചാണകക്കുഴിക്ക് 4,40,000 രൂപയും ചെലവഴിച്ചു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിൽ കരാർ നൽകിയത്. 21 മുതൽ ചെലവഴിച്ച കണക്കാണ് വെളിപ്പെടുത്തിയത്. ആകെ 1,80,81,000 രൂപ. കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാൻ 98 ലക്ഷം. ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ഇപ്പൊ എന്താ പറഞ്ഞ? ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 17 ലക്ഷമാണ് ചെലവാക്കിയത്. ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈനുകളൊക്കെ മാറ്റാനായി 5,61,000 രൂപ വേറെ. ലിഫ്റ്റിന് മാത്രമല്ല, പശുക്കളെ സംരക്ഷിക്കാനും ലക്ഷങ്ങളുടെ കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. കാലിത്തൊഴുത്തിനും സംരക്ഷണ ഭിത്തിക്കും 23,90,000 രൂപ ചെലവാക്കിയപ്പോൾ ചാണകക്കുഴിക്കായി ഒഴുക്കിയത് 4,40,000 രൂപ. ഇയാൾ വെറും വെള്ള പെയിന്റ് ആണെങ്കിലും 12 ലക്ഷമാണ് പെയിന്റിംഗിന്റെ ചെലവ്. 2,40,44,000 മുടക്കി കബ്ബോർഡൊക്കെ വെച്ച് അടുക്കള അടിപൊളിയാക്കിയപ്പോൾ 2 തവണയായി ശുചിമുറി സൂപ്പറാക്കാനെടുത്തത് 2,95,000 രൂപ. മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഇതെല്ലാം പൂർത്തിയായവയുടെ കണക്ക് മാത്രമാണ്. ബാക്കി ടെൻഡർ പുരോഗമിക്കുന്നു. മോഹൻലാലിനുള്ള ആദരത്തിനായി സർക്കാർ ചെലവാക്കിയത് 2.84 കോടി രൂപ. കായിക വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 2 കോടി അനുവദിച്ചു. ധനവകുപ്പിനോട് 84 ലക്ഷം അനുവദിക്കാനും അഭ്യർത്ഥിച്ചു. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. വകുപ്പിലെ ഉത്തരവനുസരിച്ച് 2,84,00,000 രൂപയാണ് ഇതിനുവേണ്ടി ചെലവാക്കിയിട്ടുള്ളത്.